എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. 2024 ആദ്യത്തെ വീഡിയോ ആണിത്. അതുപോലെ 2023 ഞാൻ ഷൂട്ട് ചെയ്ത അവസാനത്തെ വീഡിയോയുമാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹവും സന്തോഷവും പുതിയ പ്രതീക്ഷകളും നിറഞ്ഞ ഒരു അടിപൊളി വർഷമാകുവാൻ ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ ആശംസിക്കുന്നു. അപ്പോൾ ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്നറിയണ്ടേ? നമ്മുടെ മിനി ഗോവ എന്നറിയപ്പെടുന്ന വർക്കല ബീച്ചിലേക്ക്. കേരളത്തിലെ ഒരു തീരദേശ ചെറു നഗരമാണ് വർക്കല. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ വടക്ക് മാറിയാണ് വർക്കല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വളരെയധികം വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വർക്കല ബീച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് ലൊക്കേഷൻ വെച്ചത് അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്തേക്കാണ് ആദ്യം. ഒരുപാട് തിരക്കൊന്നുമില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്തുകൂടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് കടൽ കാഴ്ചകളും കാണാമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങളും വർക്കല ബീച്ചിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ വർക്കലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴെയാണ് വർക്കല ബീച്ച്. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് താഴെ വരെയും ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകൾ അവൈലബിൾ ആണ്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കടൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രാവിലെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എന്നിട്ടും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഈ കാണുന്ന പോലെ ഒരുപാട് ഷോപ്സ് നമുക്കിവിടെ മുതൽ താഴെ വരെയും കാണാനായിട്ട് സാധിക്കും. നമുക്ക് കാണാൻ പറ്റുന്നതിലുമൊക്കെ കയറിയൊക്കെ നോക്കി പയ്യെ താഴോട്ട് പോകാമേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വർക്കല ബീച്ചിൻ്റെ ഒരു സുവനീർ വാങ്ങിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ കയറിയ ആദ്യത്തെ ഷോപ്പിൽ തന്നെ വർക്കല ബീച്ച് എന്ന് എഴുതിയ സുവനീർ ഉണ്ടായിരുന്നു. 100 രൂപയായിരുന്നു റേറ്റ്. പിന്നീട് താഴോട്ട് പോയ ഷോപ്സിലൊന്നും വർക്കല ബീച്ച് എന്ന് എഴുതിയ സുവനീർ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കണ്ട ഷോപ്പിൽ നിന്ന് ഒരു സുവനീറും വാങ്ങിച്ച് നേരെ താഴോട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഉച്ചയ്ക്ക് ആകാറായപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു ക്യാപ്പ് വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത് കണ്ട ഈ ഒരു ഷോപ്പിലേക്ക് ക്യാപ്പ് വാങ്ങാനായിട്ട് പോവുകയാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ക്യാപ്പ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഈ ഒരു ക്യാപ്പാണ് ഇഷ്ടമായത്. അങ്ങനെ ഞാൻ ഈ ഒരു ക്യാപ്പ് വച്ചൊക്കെയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവരിത്തിരി നല്ല റേറ്റൊക്കെ പറയും. എന്നാലും അവർ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അത് നമുക്ക് തരും. അപ്പം നമ്മൾ യൂട്യൂബിലേക്കാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഷോപ്പിലുണ്ടായിരുന്നയാൾ ഞങ്ങൾക്ക് അകത്തൂടെയുള്ള വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തൂടെയുള്ള വീഡിയോ എടുക്കുകയാണ്. മോഡൽ होलसेल प्राइस डिस्काउंट मिलेगा, सब मिलेगा, जो चाहिए सब मिलेगा. Handygram shop, Lakshmi shop. I have lot of collection and lot of dresses, top, everything. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ലക്ഷ്മി ഷോപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വർക്കല ബീച്ച് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഈ ഒരു ഷോപ്പിൽ കൂടി കയറാനായിട്ട് മറക്കല്ലേ. അവരൊരുപാട് വിലയൊക്കെ അഫോർഡബിളായിട്ട് ഡിസ്കൗണ്ട് ചെയ്തൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കുർത്തീസും ടോപ്സും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ വെട്ടത്തിൻ്റെ കുറച്ച് വിഷയമുണ്ട് വീഡിയോയിൽ. കുറച്ച് വാം ലൈറ്റാണ് ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ കുറവാണേ. നമുക്കിവിടുത്തെ വെയിലത്ത് നടക്കാൻ ഒരു ക്യാപ്പോ
കുടയോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അതും ഈ ഒരു ഉച്ച സമയത്തൊക്കെ കട്ട വെയിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഫുള്ളായിട്ട് കറക്റ്റ് ഒരു ഗോവ വൈബ് തന്നെ ആയിരുന്നു. ഞാൻ ഗോവയിൽ പോയിട്ടില്ല, നമ്മൾ ഗോവയിലെ വ്ളോഗൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അതേ ഒരു ഫീല് തന്നെ ആയിരുന്നു ഈ ഒരു വർക്കല ബീച്ചിൻ്റെ ഈ സൈഡിലുള്ള ഷോപ്സിലൊക്കെ പോകുമ്പോഴും. പിന്നെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ ഷോപ്സിലും വാം ലൈറ്റാണ്, ഒരുപാട് ലൈറ്റ് ഇങ്ങനെ ഉണ്ടാകില്ല, എല്ലാം കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്. പിന്നെ എല്ലാ ചെരുപ്പുകളെല്ലാം നമ്മൾ പുറത്തിട്ടതിന് ശേഷമാണ് ഷോപ്സിലെല്ലാം തന്നെ കയറാനായിട്ടുണ്ടായിരുന്നത്. എല്ലാം വളരെ നല്ല ബുദ്ധൻ്റെ സ്റ്റാച്യൂസാണ്. അപ്പോൾ ഞാൻ കയറി ഈ ഒരു ഷോപ്പിലായിട്ട് ഒരുപാട് ആൻറ്റിക് കളക്ഷൻസൊക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴേക്ക് വീണ്ടും പോവുകയാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സും അങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഓരോ ഷോപ്സിലും ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൽ തന്നെയും ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഇയറിങ്സിൻ്റെ കളക്ഷൻസൊക്കെ ആയിരുന്നു. ഇതിനുള്ളിൽ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുണ്ടായിരുന്നത് ഈ ഒരു ഇയറിങ്സൊക്കെ കുറിച്ച് നോക്കിയതിന് ശേഷം ഞാൻ വീണ്ടും താഴേക്ക് തന്നെ നടന്നങ്ങ് പോവുകയാണ്. ഇതൊക്കെ വളരെ ക്യൂട്ടായിട്ടും കളർഫുള്ളും ആയിട്ടുള്ള കീ ചെയിൻസ് ആണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിയാണ് ഞാൻ ബീച്ചിലേക്ക് പോയത്. അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് ഇതേപോലെയുള്ള നല്ല കുത്തനെയുള്ള പടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വർക്കല ബീച്ചിൽ വരുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ഒരു ഗോവ വൈബ് തന്നെയായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഞാൻ പോകുന്നതെന്ന് തന്നെ എനിക്ക് തോന്നി. അപ്പം നിങ്ങളും ഇതുപോലെ വർക്കല ബീച്ചിൽ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്നു പോകാൻ ട്രൈ ചെയ്യണേ. വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വർക്കല ബീച്ചിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അവിടെ എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ വർക്കല ബീച്ചിൽ ഇതുവരെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കല ബീച്ചിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കൊരു 10K ഫാമിലി ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു 10K ഫാമിലി ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.